This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രക്തദാന ക്യാമ്പും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. കോളേജിലെ സുവോളജി, മൈക്രോബയോളജി വിഭാഗങ്ങൾ, NSS യൂണിറ്റ് 51, IQIC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കണ്ണൂർ റീജിയണൽ ബ്ലഡ് ബാങ്ക്, പയ്യന്നൂർ BMH എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് നടത്തിയത്. കണ്ണൂർ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഫാദർ സാമുവൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു. ചീഫ് ബർസാർ ഡോക്ടർ ഫാദർ വർഗീസ് താന്നിക്കാക്കുഴി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സുവോളജി വിഭാഗം മേധാവി ഡോക്ടർ ബിനേഷ് CP സ്വാഗതം ആശംസിച്ചു. വൈസ് പ്രിൻസിപ്പൽ വിനോദ് കുമാർ, IQAC കോർഡിനേറ്റർ സൗമ്യ CK, അക്കാദമിക് കോഓർഡിനേറ്റർ സുമേഷ് K, യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ ഋതുരാജ് K എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. NSS കോർഡിനേറ്റർ ഷജ്ന ഗോവിന്ദൻ നന്ദി രേഖപ്പെടുത്തി. ക്യാമ്പിൽ അധ്യാപകരും വിദ്യാർത്ഥികളും ജീവനക്കാരും രക്തം നൽകി. മെഡിക്കൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് ആരോഗ്യ പരിശോധനയും നിർദ്ദേശങ്ങളും ലഭ്യമാക്കി. ഇവിടെ നമുക്ക് ഒരു പാട്ട് ആദ്യം പാടി വളരെ കൃത്യമായ NSS ഗീതം അല്ലേ, മനസ്സ് നന്നാവട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഞാൻ 94-97 കാലഘട്ടത്തിൽ ഡിപ്ലോമ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് NSS ഉണ്ടായിരുന്നു. അന്ന് ഇതിന്റെ പാട്ട് വേറൊന്നായിരുന്നു. അതിലൊരു ഹിന്ദി വർഷം ഓർക്കുന്നു, ഹം ഹോങ്കെ കാമ്യാബ് എന്ന് പറഞ്ഞൊരു വരികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്തൊരു ഇൻസ്പിറേഷൻ ഞങ്ങൾ ഹം ഹോങ്കെ കാമ്യാബ് ഞങ്ങൾ ഇത് നേടുക തന്നെ ചെയ്യുന്നതിന്റെ അർത്ഥമുണ്ട്. അതിന്റെ മലയാളം വാക്യം ഓർക്കുന്നില്ല. അപ്പൊ ഞങ്ങള് നേടുക തന്നെ ചെയ്യും. അത് നമ്മള് ഒരു ലക്ഷ്യമുണ്ട് നമുക്ക്. ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നേടാൻ വേണ്ടി പോകുമ്പോൾ നമ്മുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞു പോകുന്ന സാഹചര്യം വരുന്നത് വളരെ ഞെട്ടലോടെ മാത്രമേ നമ്മുടെ കൂട്ടുകാർക്കും നമ്മുടെ സ്നേഹിക്കുന്നവർക്കും കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തേണ്ടതുണ്ട്. മനസ്സ് നന്നാവുന്നതോടുകൂടി തന്നെ നമുക്ക് എന്ത് വേണം? നമ്മള് എന്ത് ചെയ്യുന്നതും നമുക്ക് അപകടം പറ്റാതെയും മറ്റുള്ളവർക്ക് അപകടം പറ്റാതെയും ഉള്ള രീതിയിൽ നമ്മൾ പെരുമാറണം. നമുക്കറിയാം, നിങ്ങളിപ്പോ ഈ പരിസരത്ത് ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോ മോട്ടോർ സൈക്കിളിലൊക്കെ നിങ്ങൾ പോകുന്ന രീതികൾ പറയുന്നത് മനസ്സിലാകുന്നല്ലേ? ക്ലിയർ അല്ലേ? രീതികൾ നിങ്ങളൊന്ന് ആത്മവിശ്വാസം നടത്തി വയ്ക്കും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ നല്ല തിരക്കുള്ള സ്ഥലത്ത് ആംബുലൻസ് പറന്നു വരും. ആംബുലൻസ് ആണ് നമ്മുടെ ഈ പരിപാടിയുടെ ഒരു പ്രധാനപ്പെട്ട ചിത്രകേന്ദ്രം. ഞാൻ പുറത്ത് ആംബുലൻസ് എത്തിയിട്ടുണ്ട്. ഈ ആംബുലൻസിലാണ് നമ്മളെ പെട്ടെന്ന് എത്തിക്കേണ്ടതും എല്ലാ കാര്യങ്ങളും. ആംബുലൻസ് പറന്നു പോകുമ്പോൾ വഴി മാറി കൊടുക്കാറുണ്ട് എല്ലാവരും. കേരളത്തിലെ റോഡ് സംസ്കാരത്തില് ആ ഒരു കാര്യത്തിൽ എല്ലാവരും 99% വളരെ കൃത്യമാണ്. 1% ചില ആൾക്കാർ മാത്രമേ അതിനകത്ത് വ്യതിചലിക്കുന്നതിന് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ആംബുലൻസോട് തൊട്ടില്ല എന്ന് പറഞ്ഞ് പറന്നു പോകുന്ന ചില കേവന്മാരെ കണ്ടിട്ടുണ്ട അല്ലേ? അവര് കാണുമ്പോ നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകുന്ന ഒരു വിഷയം, അവൻ പോകുന്നവരും ധൈര്യമില്ലല്ലോ എന്ന് തോന്നൽ ചിലവർക്ക് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ നമ്മള് ഒരു തരത്തിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ഈ ആംബുലൻസ് അതേ വേഗതയിൽ പോകുന്നത് എന്തെങ്കിലും ഗ്യാരണ്ടി ഇല്ല. വല്ല ഒബ്സ്ട്രക്ഷൻ, എന്തെങ്കിലും തടസ്സം, എന്തെങ്കിലും പെട്ടെന്ന് കുറുകിയ ചാടി, ആ ഡ്രൈവറ് നല്ല എക്സ്പീരിയൻസ് ഉള്ളതാണ്. അയാള് സഡൻ ബ്രേക്ക് ഇട്ട് സംഭവം റെഡിയാക്കും. തൊട്ട് പറയുകയാണ് നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? തൊട്ട് പറയുക നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ ഗ്യാപ്പ് കൊടുത്തിട്ടില്ല അല്ലെ? അതേ ആംബുലൻസിൽ വാരിയെടുത്ത് അടുത്ത ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസർ ഇൻ BMH കണ്ണൂർ. ഞാനിവിടെ ഈ ക്യാമ്പ് നടത്തുന്നതിന് ജസ്റ്റ് കുറച്ചൊരു ഗൈഡ് ലൈൻസ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഒരു ലൈൻ പറയാം. നമുക്കിവിടെ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഡൊണേഷന് വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാകുക. അപ്പം ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ക്രൈറ്റീരിയ ഉണ്ട്. അറൌണ്ട് നിങ്ങളുടെ കയ്യിലുള്ള ക്വസ്റ്റ്യനിയർ ഒരു 106 ക്വസ്റ്റ്യൻസോളം ഉണ്ട്. അതിൻ്റെ അകത്ത് ഹെഡ്ലൈൻസ് മാത്രം നിങ്ങൾ നോക്കിയിട്ട് അതിനകത്ത് ഫിറ്റ് ആണെന്ന് കാണുന്നത് മാത്രമേ നമ്മളെ എല്ലാവരെയും ഡൊണേഷന് വേണ്ടി ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അതില് ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മൾ പറയുന്നത് ക്യാമ്പിന് പോകുമ്പോൾ നമ്മുടെ കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ സാമുവൽ പുതുപ്പാടി, ഈ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകനും അതുപോലെ തന്നെ വളരെ ചിന്തോദ്ദീപകമായ ഒരു വിഷയാവതരണം
നമ്മളുടെ മുമ്പിൽ നടത്തിയ ശ്രീ റോഷൻ സർ, കോളേജിലെ ടീച്ചേഴ്സ്, സന്നിഹിതരായിരിക്കുന്ന ടീം ഓഫ് ഡോക്ടേഴ്സ്, നഴ്സസ്, ആരോഗ്യ പ്രവർത്തകർ, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾക്കിന്ന് വലിയ ഒരു അനുമോദനം കിട്ടിയിട്ടിരിക്കുകയാണ്. നമ്മുടെ റോഷൻ സാർ പറഞ്ഞു, ഈ സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.